പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദിവികാനീശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, മിസ്റ്റർ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇപ്രകാരം പറയുന്നുണ്ട്: എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുക എന്നതിനേക്കാൾ ദിവികാന സന്നിധിയിലായിരിക്കുക എന്നതാണ് പരമപ്രധാനം. നമ്മൾ ചിലപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ട്, നമ്മുടെ അനുദിന ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ നേടിയെടുക്കണം, കുറേ കാര്യങ്ങൾ ചെയ്യണം. എന്നാൽ ഈ ചെയ്യുന്നതെല്ലാം ദൈവത്തോട് ആലോചന നടത്തി ദൈവസന്നിധി ഇരുന്ന് ചെയ്യണമെന്നാണ് ജോൺ പോൾ മാർപ്പാപ്പ നമ്മെ പഠിപ്പിക്കുക. വിശുദ്ധ ഫൗസ്റ്റീന പറയുന്നുണ്ട്, ദിവികാരുണ്യം സ്വീകരിക്കാത്ത ദിവസത്തെ ഞാൻ ഭയപ്പെടുന്നുവെന്ന്. എന്ന് പറഞ്ഞാൽ ദിവികാരുണ്യ നാഥനാണ് ഉൾക്കാഴ്ചകൾ നൽകുക, അനുദിന ജീവിതത്തിന് ആവശ്യമായ ശക്തി നൽകുക, നമ്മൾ എങ്ങനെ വ്യാപരിക്കണമെന്ന് പറഞ്ഞു തരിക. അതുകൊണ്ടാണ് അറിയാവുന്നവരാരും അനുദിനം പരിശുദ്ധ കുർബാന ഉപേക്ഷിക്കാറില്ലല്ലോ. വിശുദ്ധ പാദ്രോപ്പുഴ പറയുന്നു, ദിവികാരുണ്യത്തിൽ ദൈവത്തെ സമ്പത്തായി കിട്ടിയ കത്തോലിക്ക സഭയിൽ അടിയുറച്ചു നിൽക്കുക. എന്ന് പറഞ്ഞാൽ നമ്മളെ സഭയിൽ ജീവിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും എല്ലാം പൂർണ്ണമാണെന്ന്, എല്ലാം നമുക്ക് കിട്ടുമെന്ന്. അതങ്ങനെ കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. കർത്താവിനെ കിട്ടും, അത് ശരിയാണ്. പക്ഷെ തകർച്ചകളുണ്ട്, പരാജയങ്ങളുണ്ട്. അവിടെ എപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യം, ദൈവത്തിന്റെ വഴികൾ മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമായ ചിന്തയ്ക്ക് കിട്ടില്ല. എപ്പോഴും എല്ലാം മനസ്സിലാക്കാൻ ആവില്ല. ചിലപ്പോഴെങ്കിലും ചിലരുടെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളുമായിട്ട് നമ്മൾ ഒന്നിരിക്കുമ്പോൾ എല്ലാത്തിനും നമുക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കാനായെന്ന് വരത്തില്ല. പക്ഷെ എല്ലാത്തിനും ദൈവത്തിന് ഉത്തരമുണ്ട്. അത് ദൈവത്തിന്റെ സമയത്തിൽ ദൈവം പൂർത്തീകരിക്കും, അത് മനസ്സിലാക്കി തരും. അങ്ങനെ നമ്മൾ മനസ്സിലാക്കി എടുക്കുമ്പോഴാണ് ദിവികാരുണ്യം ആരെന്ന് നമുക്ക് തിരിച്ചറിയുക. അവിടുന്ന് കരുതലുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്ന ശക്തിയാണ്. 1 കൊരിന്തോസ് 14-15 തിരുവചനം പറയുന്നു, ഞാൻ എൻ്റെ ആത്മാവ് കൊണ്ടും എൻ്റെ മനസ്സുകൊണ്ടും പ്രാർത്ഥിക്കും, എൻ്റെ ആത്മാവ് കൊണ്ടും മനസ്സുകൊണ്ടും പാടുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയതലങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തണമെങ്കിൽ നമ്മുടെ ശരീരം കൊണ്ട് മാത്രം അതാവില്ല. നമുക്ക് മനസ്സുണ്ട്, ആത്മാവുണ്ട്. അപ്പൊ ശരീരത്തോടൊപ്പം തന്നെ മനസ്സും ആത്മാവും ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ശരീരത്തോടൊപ്പം തന്നെ മനസ്സും ആത്മാവും ഒരുമിച്ച് പാടുകയും ഒരുമിച്ച് ചിന്തിക്കുകയും ഒരുമിച്ച് ധ്യാനിക്കുകയും ചെയ്യണം. അതാണ് ദിവികാരുണ്യം. അപ്പൊ ദിവികാനം എന്നുള്ള പരിശുദ്ധ ത്രിത്വമാണെങ്കിൽ, പരിസ്ഥിതിത്വം രഹസ്യമാണെങ്കിൽ, ദിവികാനത്തിന്റെ ശക്തി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മളും ഈ രഹസ്യത്തോട് ഉൾച്ചേരണം. ആ രഹസ്യം നമ്മളെ പല കാര്യങ്ങളും പഠിപ്പിക്കും. അങ്ങനെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, നമ്മൾ ചിന്തിക്കുന്നതിലല്ല ദൈവം ചിന്തിക്കുക. നമ്മുടെ വഴികൾ ദൈവത്തിന്റെ വഴികളിൽ നിന്ന് വ്യത്യസ്തമാണ്. നമ്മുടെ ആലോചനകൾ അല്ല ദൈവത്തിന്റെ തീരുമാനങ്ങൾ. അപ്പൊ അതുകൊണ്ട് ദൈവസന്നിധിയിൽ എളിമപ്പെട്ട് ദൈവത്തിൽക്കിൽ നിന്നെല്ലാം സ്വീകരിക്കാനിടയായാൽ ജീവിതം വിജയിച്ചു. നമുക്ക് ദിവികാരുണ്യനാഥന്റെ സഹായം തേടാം. നിങ്ങളെ സ്നേഹിക്കുന്ന ദിവികാരുണ്യമേ, പല പ്രതിബന്ധങ്ങളും പ്രശ്നങ്ങളും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, എന്നാൽ അങ്ങേക്ക് അറിയുകയും ചെയ്യാം. അങ്ങയുടെ ഉൾക്കാഴ്ചകൾ ഞങ്ങൾക്ക് നൽകണം. അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് അയച്ചു തരണം. അങ്ങയുടെ വെളിപ്പെടുത്തൽ ഞങ്ങൾക്ക് ഉണ്ടാകണം. അങ്ങനെ ഞങ്ങൾ ദൈവത്തിന് പ്രിയപ്പെട്ടവരാകണം. ആശീർവദിക്കണമേ നാഥ, അനുഗ്രഹിക്കണമേ നാഥ. എല്ലാവരെയും അങ്ങയുടെ ഹൃദയ രഹസ്യം വെളിവാക്കി മനസ്സിലാക്കി കൊടുക്കണമേ. കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.